ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം പ്രാർത്ഥനയോടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പഠനവും വായനയും ധ്യാനവും മനനവും നമ്മുടെ ജീവിതത്തിന് പ്രതിസന്ധികളിൽ അനുഗ്രഹത്തിൻ്റെ ഒരു കീർത്തനവും ഒരു ഉപദേശവും ഒരു വ്യാഖ്യാനവുമായി തീരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് ആമുഖമായിട്ട് ഓർപ്പിക്കുകയാണ്. ജാതിക്കും മതത്തിനും വർഗത്തിനും ഉപരിയായി ഏവർക്കും വായിക്കാവുന്ന അനുഗ്രഹീത പുസ്തകമായ സങ്കീർത്തനങ്ങൾ അനുഗ്രഹത്തിൻ്റെ സരണിയും വഴിത്താരകളും വ്യാഖ്യാനങ്ങളുമായി ഇന്നും പരിലസിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ 33-ാം സങ്കീർത്തനം നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1 മുതൽ 5 വരെയുള്ള വേദഭാഗം നാം കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചു. 6 മുതലുള്ള വാക്യങ്ങൾ: യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു, അവൻ ആഴികളെ ഭണ്ഡാരഗൃഹങ്ങളിൽ സംഗ്രഹിക്കുന്നു. സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ, ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ആദരിക്കട്ടെ. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു, അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. 33-ാം സങ്കീർത്തനം 6 മുതൽ 9 വരെയുള്ള വേദഭാഗം. പലതവണ പല സാഹചര്യങ്ങളിൽ നമ്മളിൽ പലരും ഈ വേദഭാഗങ്ങൾ പലതവണ വായിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടും ആലോചിച്ചിട്ടും പ്രസംഗിച്ചിട്ടും എഴുതിയിട്ടുമുണ്ട്. ഓരോ തവണ വായിക്കുമ്പോഴും വ്യാഖ്യാനങ്ങൾ വ്യത്യസ്തവും അർത്ഥതലങ്ങൾ ആഴമേറിയതുമായി തീരുമെന്നുള്ളത് നമ്മൾക്ക് അനുഭവത്തിലൂടെ അറിയാവുന്നതാണ്. പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ഈ വേദഭാഗത്തെ നമുക്ക് അല്പസമയം ധ്യാനിക്കാം. യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. യഥാർത്ഥത്തിൽ ചരിത്രാതീത കാലത്ത് നടന്ന ഒരു വലിയ സംഭവം സങ്കീർത്തനക്കാരനെ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ സങ്കീർത്തനങ്ങൾ ചില ഓർമ്മപ്പെടുത്തലുകളാണ്. നമ്മളിടയ്ക്ക് മറന്നുപോകുന്ന, ഓർക്കാൻ ഇഷ്ടമില്ലാത്ത നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം വളരെയധികം വേഗത്തിൽ നാം ചെയ്തു നിവർത്തിക്കുവാൻ ഓടുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മറന്നുപോകും. നമുക്ക് തന്നെ അറിയാം, ചില കാര്യങ്ങളുണ്ട്, അതിൻ്റെ ആരംഭം എന്താണെന്ന് നമുക്കറിയത്തില്ല. ആരംഭം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ പലരും പല വ്യാഖ്യാനങ്ങൾ കൊടുക്കും, പലരും പലതിൻ്റെയും രക്ഷാകർതൃത്വം ഏറ്റെടുക്കും. മനുഷ്യജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. യഥാർത്ഥത്തിൽ ആദ്യ കാലഘട്ടത്തിൽ വേദപുസ്തകം എഴുതപ്പെട്ടിട്ടില്ലായിരുന്നു, പിന്നീടാണ് എഴുതപ്പെട്ടത്. എഴുതപ്പെടാനുണ്ടായ കാരണമെന്ന് പറയുന്നത് പലരും പല വ്യാഖ്യാനങ്ങളുമായി മുന്നോട്ട് വന്നു. ദൈവം അങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ കേട്ടു, എൻ്റെ ഗുരു അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ പലരും നൽകിയപ്പോഴാണ് വരമൊഴിയായ ഒരു വ്യാഖ്യാനം വേണം, ഒരു പുസ്തകം വേണമെന്നുള്ള ചിന്ത ദൈവമക്കൾക്ക് തന്നെ ദൈവാത്മാവിനാൽ പ്രേരിതമായി തോന്നിയത്. ഇവിടെ ഓർത്തോണം, ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവയുടെ വചനത്താൽ ആകാശമുണ്ടായി. അതായത് ആകാശമെന്ന് പറയുന്നത് മനുഷ്യബുദ്ധിക്ക് അതീതമാണ്, മനുഷ്യശക്തിക്ക് അതീതമാണ്, ഒരു വലിയ ഒരു വ്യാഖ്യാനമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ഭാവമല്ല ആകാശമെന്ന് പറയുന്നത്. അതിരുകളില്ലാത്ത മനുഷ്യബുദ്ധിക്ക് അപ്പുറമായ ഒരു വലിയ കാര്യം. പ്രത്യേകിച്ച് നമ്മളൊക്കെ ചിന്തിക്കണം, നമ്മളൊക്കെ പലപ്പോഴും അഭിമാനിക്കാറുണ്ടോ, ഞാൻ പറഞ്ഞതുകൊണ്ട് ഇന്നത് നടന്നു, അല്ലെങ്കിൽ ഞാൻ സ്വാധീനം ചെലുത്തിയത് കൊണ്ടാണ് നിനക്ക് ജോലി കിട്ടിയത്, ഞാൻ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് നീ നിലനിൽക്കുന്നത്, നിനക്ക് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ കിട്ടിയത്, കോളേജിൽ പ്രവേശനം കിട്ടിയത്, അല്ലെങ്കിൽ നിന്നെ ഇന്നാൾ സഹായിച്ചത്. നമ്മളൊക്കെ പലപ്പോഴും തലക്കനം കാണിക്കുവാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഞാനില്ലായിരുന്നുവെങ്കിൽ നീ ഇപ്പം എന്താകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ലോകത്താണ് അതിനപ്പുറമായി ദൈവത്തിൻ്റെ ഒരു കരുണയുടെ ഒരു വലിയൊരു സ്വരം, ദൈവത്തിൻ്റെ വലിമ, ഗരിമ, അതായത് ദൈവത്തിൻ്റെ സർവശക്തി, സർവവ്യാപിത്വം ഇത് വെളിവായി വരുന്നത്. അതുകൊണ്ട് അവിടെ പറയുന്നത് യഹോവയുടെ വചനത്താൽ ഉളവായത് ആകാശമാണ്.
നമ്മൾ ഈ പറയുന്നത് പോലെ നിസ്സാരമായ കാര്യങ്ങളിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് ഞാൻ ഇന്ന് പഠിപ്പിച്ചു, ഇന്നത് ഉപദേശിച്ചു, ഇന്ന ആശയങ്ങൾ ഞാനാണ് പറഞ്ഞത്, ഇന്ന ചിന്തകൾ ഞാനാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇന്ന സ്വാധീനം ഞാൻ ചെലുത്തി എന്നൊക്കെ പറയുമ്പോൾ അതിനപ്പുറമായൊരു തലം യഹോവയുടെ വചനത്താൽ ഉളവായത് ആകാശമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആകാശവും ഭൂമിയും ദൈവം തമ്പുരാൻ സിസ്റ്റമാറ്റിക്കായി സൃഷ്ടിക്കുകയായിരുന്നു. ഭൂമി പാഴായും ശൂന്യമായും കിടന്നു എന്നാണ് പറയുന്നത്. ആ ഭൂമിയെ ദൈവം പിന്നീട് പുനഃക്രമീകരണം നടത്തി 6 ദിവസം കൊണ്ട് മനുഷ്യനെ ഉൾപ്പെടെ സൃഷ്ടിച്ച് 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഓർത്തോണം, സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ദൈവമേ നിൻ്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും. ദൈവം തമ്പുരാൻ ഓരോന്നും ഉണ്ടാകട്ടെ 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 എന്ന് പറയുകയാണ്. അവൻ അനാദ്യന്ത കാലഘട്ടത്തിൽ ആകാശം സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് യോഹന്നാൻ ഇത് സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതായത് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവം, വേർപിരിക്കാനാവാത്ത ദൈവം ആദിയിൽ തന്നെ ഉണ്ട്. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, അവൻ്റെ വചനത്താൽ സൃഷ്ടിച്ചു. അതിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പൊരുന്നി ആവസിച്ചുകൊണ്ടിരുന്നു, ഇറങ്ങി ആവസിച്ചു. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഉൽപ്പത്തി പുസ്തകം വ്യാഖ്യാനിച്ച് തുടങ്ങുമ്പോൾ തന്നെ അതിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്താൽ ആകാശമുളവായി. ദൈവത്തിൻ്റെ വചനം എത്ര ശക്തിയേറിയതാണ് നമ്മൾ ആലോചിച്ചോണം. ദൈവത്തിൻ്റെ വചനം, പ്രത്യേകിച്ച് ലോഗോസ്, പുത്രൻ തമ്പുരാനാൽ രൂപീകൃതമായ, പുത്രൻ തമ്പുരാനാൽ സജീവമായ, പുത്രൻ തമ്പുരാനാൽ വെളിപ്പെടുത്തപ്പെട്ട ആ ദൈവത്തിൻ്റെ വലിയ തേജസ്സിനെ പറ്റി ഹൃദ്യമായിട്ട് പറയുകയാണ്. അപ്പോൾ പുത്രൻ ഇല്ലാതിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് വേദോപരീതികൾ പഠിപ്പിച്ചപ്പോൾ പിതാവിനോടൊപ്പം പുത്രനും പരിശുദ്ധ റൂഹായും ഉണ്ടായിരുന്നു എന്ന് പിതാക്കന്മാർ പഠിപ്പിച്ചത് ആഴമേറിയ അർത്ഥത്തിലാണ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ശ്രേഷ്ഠമേറിയ ദിവ്യമായ അനുഭവമാണ്. പിതാക്കന്മാർ ആദ്യ കാലഘട്ടത്തിൽ തന്നെ വ്യാഖ്യാനിച്ചു. കപ്പദോക്യൻ പിതാക്കന്മാർ, നിസ്സായിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് പ്രത്യേകിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സൂര്യനുണ്ട്, പ്രകാശമുണ്ട്, ചൂടുണ്ട്. ചൂടില്ലാത്ത സൂര്യനെക്കുറിച്ചോ വെളിച്ചമില്ലാത്ത സൂര്യനെക്കുറിച്ചോ അല്ലെങ്കിൽ വെളിച്ചവും ചൂടും മാത്രവും ഉണ്ടായിരുന്നതിനെ പറ്റിയോ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ തൃത്വത്തിൻ്റെ മഹനീയത അതുപോലെ, അതായത് മൂന്നും ഒരുപോലാണ്. ആളത്വങ്ങൾ മനുഷ്യന് മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ള വ്യാഖ്യാനമാണ്. സ്നേഹാധിഷ്ഠിതമായ വേർതിരിവില്ലാത്ത ഒരു വലിയ കോട്ട പോലെ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായി വ്യാഖ്യാനിക്കപ്പെടുകയാണ്. വീണ്ടും ഈ ചിന്തയിലേക്ക് തന്നെ നമുക്ക് കടന്നു വരാം. യഹോവയുടെ വചനത്താൽ ആകാശമുളവായി. അതെ, നമ്മളൊക്കെ ദൈവത്തിൻ്റെ വചനത്താൽ രൂപീകൃതമാകുന്നത് കാണുന്നത് ഭൗതികമായ ചില സൗകര്യങ്ങളാണ്, സുഖസൗകര്യങ്ങളാണ്. എൻ്റെ ദൈവം കൽപ്പിച്ചാൽ ഇന്നത് നടക്കും, എനിക്ക് ജോലി കിട്ടും, എനിക്ക് പദവി കിട്ടും, എൻ്റെ രോഗം മാറും, ദൈവമേ നീ ഒന്ന് കൽപ്പിച്ചാൽ മതി, നീ ഒന്ന് പറഞ്ഞാൽ മതി, നീ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാം നടക്കും, നീ ഒന്ന് ആലോചിച്ചാലെല്ലാം നടക്കും. അപ്പോഴാണ് നമ്മൾ ദൈവസന്നിധിയിൽ കൂടുതലായി സമർപ്പിക്കേണ്ടതും ദൈവത്തിൻ്റെ ഇഷ്ടമറിയാനായി സമർപ്പിക്കേണ്ടതും. എൻ്റെ ദൈവം തമ്പുരാനെ, നീ ആകാശത്തെ സൃഷ്ടിച്ചു. ആകാശം നമ്മൾ പറഞ്ഞു അത് അനന്തമാണ്. അപ്പോൾ അനന്തമായ നിത്യമായ ചിന്തിക്കുന്നതിനപ്പുറമുള്ള സൃഷ്ടിപ്പ് നടത്താൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുൻപാകെ ബലഹീനരായി നാം കീഴടങ്ങുമ്പോൾ, നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്ന്, അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്ന് അവൻ നമ്മളെ ശക്തീകരിക്കും. തൻ്റെ വചനത്താൽ ദൈവം ആകാശമുണ്ടാക്കിയെന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു പ്രതീക്ഷ കൂടി നൽകുകയാണ്. അനന്തമായൊരു നിത്യതയിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായി കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നാത്ത ഒരു സൗഭാഗ്യ അനുഭവം നമ്മൾക്കുണ്ട്. യഹോവയുടെ വചനത്താൽ ആകാശമുണ്ടായെന്ന് പറയുമ്പോൾ ഭൗതികമായ ചക്രവാളങ്ങൾക്കപ്പുറം ഒരു മനുഷ്യൻ ഉയരുവാൻ സാധിക്കും. ആകാശം അവൻ്റെ സൃഷ്ടിയാണ്. ദൈവമേ നിൻ്റെ വചനം കൊണ്ട് ആകാശമുണ്ടാക്കി. പലപ്പോഴും നമ്മൾ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ നോക്കി എങ്ങനെയാണ് ജീവിക്കുന്നത്, ഏത് രീതിയിൽ മുൻപോട്ട് പോകും, ആരുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ പിതാക്കന്മാർ ഉന്നതങ്ങളിലേക്ക് തങ്ങളുടെ ദൃഷ്ടികൾ ഉയർത്തുന്നത്. എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിങ്കിൽ നിന്ന് വരുന്നു
എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഒരു വലിയ ആഴമേറിയ ചിന്തയുണ്ട്. അതായത് ദൈവമാണ് ആകാശം സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ ഞാൻ കാണപ്പെടുന്ന ഏറ്റവും ഉന്നതമേറിയ ഏറ്റവും ഉയരമേറിയ സംഗതിയെ സൃഷ്ടിച്ചതും ഞാൻ നടക്കുന്ന ജീവിക്കുന്ന ചരിക്കുന്ന ഭൂമിയെ സൃഷ്ടിച്ചതും സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയുണ്ട് പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ വചനം കൊണ്ട് ദൈവം ആകാശം സൃഷ്ടിച്ചുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം കൊണ്ട് എന്നെ നിങ്ങളെ രൂപീകരിക്കും, രൂപാന്തരപ്പെടുത്തും, ശക്തിയിലേക്കും നന്മയിലേക്കും നയിക്കും. ഈ ലോകത്തിൽ നീയോ ഞാനോ എത്രത്തോളം അടിപ്പെട്ട് കിടക്കുകയാണെങ്കിലും താളടിയാണെങ്കിലും ഒരു ഉയർച്ചയുണ്ട്. നമുക്കൊരു ഒപ്റ്റിമിസ്റ്റിക് ബിലീഫ് വേണം, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം. പ്രിയമുള്ളവരെ, ഞാനോ നിങ്ങളോ ഉയരുമെന്ന് ലോകം പറയണമെന്നില്ല. നമ്മളെ നിന്ദിക്കാനും ദുഷിക്കാനും ഒക്കെ കുറേ പേര് ചുറ്റുവട്ടങ്ങളിലൊക്കെ കാണും. അവർ പറഞ്ഞോട്ട്. അവരുടെ നിന്ദിക്കലിനെ ദുഷിക്കലിനെ ഒന്നും നമ്മൾ നിസ്സാരവൽക്കരിക്കണ്ട. അതൊന്നുകൂടി നമുക്ക് ഉയരുവാനുള്ള അനുഭവമാണ്. ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച യഹോവ എൻ്റെ സഹായകനാണെന്ന് പറയുമ്പോൾ നിസ്സഹായരായ മനുഷ്യരുടെ സഹായത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഭാരപ്പെടണ്ട. എൻ്റെ അപ്പനും അമ്മയും എനിക്ക് വേണ്ടി ഒന്നും മാറ്റിവെച്ചില്ല എന്ന് പരാതിപ്പെടണ്ട. എൻ്റെ സഹോദരൻ എനിക്കുള്ളത് പിടിച്ചെടുത്തു എന്ന് പരാതിപ്പെടണ്ട. എൻ്റെ കൂട്ടുകാരൻ എന്നെ വഞ്ചിച്ചു എന്ന് ദുഃഖിക്കണ്ട. എൻ്റെ പാർട്ട്ണർ എനിക്ക് തരാനുള്ളതുകൂടി തരാതെ അവൻ പിടിച്ചെടുത്തുകൊണ്ട് പോയി എന്നെ കാരാഗ്രഹത്തിലാക്കുവാൻ തക്കവണ്ണം വഴിയൊരുക്കിയെന്ന് നമ്മൾ ഭാരപ്പെടണ്ട. കാരണം ആകാശം വരെ വചനത്താൽ സൃഷ്ടിച്ച ദൈവത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിലും വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കാനുണ്ട്, വലിയ ഉത്തരവാദിത്വങ്ങൾ നമ്മളെ ഏൽപ്പിക്കാനുണ്ട്. അതായത് ആകാശമുണ്ടാക്കിയത് ദൈവം, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചതും ദൈവം. നമ്മൾ ആ രീതിയിൽ ചിന്തിക്കണം. ഇതെല്ലാം ദൈവത്തിൻ്റെ ഇതാണ്. നമ്മളൊക്കെ ആണെങ്കിൽ ഓർത്തോണം, ഒരു തലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ അങ്ങ് തലക്കനം കൂടും. നമ്മളൊക്കെ വലിയ ആളുകളായെന്ന് ചിന്തിക്കും, ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരുമായെന്ന് ചിന്തിക്കുമോ. ഞാനൊരു പരിധിയെ കൂടുതൽ താഴോട്ടാകത്തില്ല, അല്ലെങ്കിൽ നിസ്സാരരായ ആളുകളോട് ഇടപെടത്തില്ല. എനിക്കൊരു സ്റ്റാറ്റസ് ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡുണ്ട്. പ്രിയമുള്ളവർ, ഇവിടെ ആകാശത്തെ വചനത്താൽ ഉണ്ടാക്കിയ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ നേരം താഴെ ഇറങ്ങി വന്നു. അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിച്ചോണം. അതിനോട് ചേർന്ന് പറയുന്നു, യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അവൻ്റെ വായിലെ ശ്വാസത്താൽ ആകാശത്തിലെ സകല സൈന്യവും ഉളവായി. നിങ്ങളും ഞാനും അറിയാത്തൊരു വലിയ സൈന്യമുണ്ട്, ഒരു വലിയ ദൂതസംഘമുണ്ട്. കർത്താവിന് സേവിക്കുന്ന സേവകാത്മാക്കളായ ഒരു വലിയ ദൂതസംഘമുണ്ട്. കർത്താവിന് സ്തുതികൾ പാടുന്ന ഒരു വലിയ ദൂതസംഘമുണ്ട്. പലപ്പോഴും ചിന്തിക്കും, ഈ ദൂതന്മാരൊക്കെ എങ്ങനെ ഉണ്ടായി? ഏഞ്ചലോളജി പഠിക്കുന്നവർ ഡീപ്പായിട്ട് ചിന്തിക്കാറുണ്ട്, ഇതെങ്ങനെയാണ് ദൂതന്മാരുണ്ടായത്? ദൈവദൂതന്മാരെങ്ങനെ ഉണ്ടായി? കർത്താവിൻ്റെ ദൂതന്മാരെങ്ങനെയുണ്ടായി? ഓർത്തോണം, മനുഷ്യനെ നേരത്തെ ഞാൻ പറഞ്ഞു സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ഇറങ്ങി വന്ന് മണ്ണ് കുഴച്ച് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ, ജീവശ്വാസം കൊടുത്തു എന്ന് പറയുമ്പോൾ, മനുഷ്യൻ്റെ മൂക്കിലേക്ക് ദൈവം ജീവശ്വാസം ഊതിക്കയറ്റുകയായിരുന്നു. അതുപോലെ തന്നെ അവൻ്റെ വായിലെ ശ്വാസത്താൽ ദൂതന്മാരുളവായി, ആകാശത്തിലെ സകല സൈന്യവും ഉളവായി. കൃത്യമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ് കേട്ടോ. വായിലെ ശ്വാസത്താൽ ആകാശത്തിലെ സകല സൈന്യം, സകല ദൂതന്മാര്, മാലാഖമാര് രൂപപ്പെട്ടു. മാലാഖമാരെ രൂപീകരിക്കുവാൻ ഊതിയ അതേ ശ്വാസത്താലാണ് ദൈവം മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഓർത്തോണം. അതിന് വേറെ പ്രത്യേക അനുഭവമൊന്നും കൊടുത്തില്ല. മനുഷ്യനോട് അല്പം കൂടി കരുണ കാണിച്ചു. ദൈവം നേരിട്ട് മെനഞ്ഞെടുത്തു. അപ്പം ദൂതനിലൂതിയ ശ്വാസവും ആകാശത്തിലെ സൈന്യങ്ങളിലൂതിയ ശ്വാസവും എന്നിലും നിങ്ങളിലും ഊതിയിരിക്കുന്ന ശ്വാസവും ഒന്നാണ്. പക്ഷേ പിന്നീട് മനുഷ്യൻ കാലഘട്ടത്തിൽ ദൈവത്തെയും ദൈവദൂതന്മാരെയും കണ്ടാൽ മരിക്കണമെന്ന് പേടിക്കുന്ന ഒരു പഴയ നിയമ ചിന്താഗതിയിലേക്ക് എത്തപ്പെട്ടു. ഏതൊരു മനുഷ്യൻ പാപം ചെയ്ത് അവൻ്റെ ദൈവസ്വരൂപം നഷ്ടപ്പെടുത്തി കല്ലും മുള്ളും നിറഞ്ഞ ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി പുറപ്പെടുകയാണ്. ദൈവത്തോടൊപ്പം നടന്ന ദൈവം ഒപ്പമായിരുന്ന മനുഷ്യൻ വേദനയും നൊമ്പരവും സഹിച്ച് ഏതിൽ നിന്ന് വെളിയിലേക്ക് പോകുകയാണ്. അവിടെ കൊലപാതകങ്ങളുണ്ടാകുന്നു, അധാർമികതകളുണ്ടാകുന്നു, കഷ്ടപ്പാടുകളും നൊമ്പരങ്ങളും ഉണ്ടാകുന്നു. നെറ്റിയിലെ കഠിനമായ വിയർപ്പ് കൊണ്ട് ഭക്ഷിക്കേണ്ട അവസ്ഥ വരുന്നു. നിങ്ങളും ഞാനുമൊക്കെ ഹൃദയംഗമായിട്ട് ചിന്തിക്കണം, എന്താ ദൈവദൂതന്മാരിൽ ഊതിയ ശ്വാസം മനുഷ്യരിൽ ദൈവം ഊതിയിട്ട് പോലും അതിൻ്റെ പൂർണ്ണത പ്രാപിക്കാൻ മനുഷ്യന് പറ്റാതെ പോകുന്നത്? ദൈവം ദൂതന്മാരോട് കൂടുതൽ പക്ഷപാതം കാണിച്ചെന്നോ സൃഷ്ടിപ്പിൽ കൂടുതലും ഗരിമ കാണിച്ചെന്നോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥനയോട് ഓർക്കണം, ഒരു ദിവ്യമായ ശ്വാസം നമ്മിലുണ്ട്.
ദൂതന്മാരിലൂതിയ ശ്വാസത്തിൻ്റെ പൂർണ്ണത മനുഷ്യരിലുണ്ട്. ദൈവത്തിൻ്റെ ശ്വാസം കുറഞ്ഞിട്ടില്ല. നോക്കിക്കോ പ്രിയമുള്ളവരെ, ഏദനിൽ ആ മൺകൂടാരമാകുന്ന മനുഷ്യനെ സൃഷ്ടിച്ച് ആ മൺകൂടാരത്തിൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതുകയാണ്. ആകാശത്തിലിരുന്നു കൊണ്ടുണ്ടാകട്ടെ എന്ന് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞില്ല. അവൻ മണ്ണെടുക്കുന്നു, കുഴയ്ക്കുന്നു, തൻ്റെ തന്നെ രൂപം കൊടുക്കുന്നു. ദൂതന്മാർക്ക് തൻ്റെ സാദൃശ്യം കൊടുത്തതായിട്ട് തിരുവചനം പറയുന്നില്ല. പക്ഷേ മനുഷ്യന് ദൈവം തൻ്റെ ജീവശ്വാസം കൊടുത്തു, തൻ്റെ രൂപം കൊടുത്തു, തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കി. എന്നിട്ടും മുട്ടിന്മേലിരുന്ന് പിതാക്കന്മാരുടെ വ്യാഖ്യാനം അങ്ങനെയാണ്, ആ മൺകൂടാരത്തോട് ചേർന്നിരുന്ന് മൂക്കിലേക്ക് ജീവശ്വാസം ഊതുന്നു. ശ്വാസം ഒരല്പം പോലും പാഴായി പോകാതെ മുഴുവൻ അവനിലേക്ക് ഊതിക്കയറ്റുകയായിരുന്നു. അവൻ വെളിവുള്ളവനായി പ്രകാശമുള്ളവനായി എഴുന്നേറ്റ് വരുന്നു. ദൈവം നമ്മളെ എത്ര സ്നേഹിക്കുന്നു പ്രിയമുള്ളവരെ. ദൈവത്തിന് നമ്മളോട് എത്രമാത്രം കരുതലുണ്ട്. ദൈവത്തിന് നമ്മളോട് എത്രമാത്രം വാത്സല്യമുണ്ട്. പാട്ടുകാരൻ പാടിയതുപോലെ, യേശുവേ നിൻ്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണമൻ എന്നെ ശേഷം സ്നേഹം നൽകണമെൻ പ്രഭോ. അവൻ്റെ ശ്വാസത്താൽ ആകാശത്തിലെ സകല സൈന്യവും ഉളവായി. ഞാൻ പറഞ്ഞു വരികയായിരുന്നു പ്രിയമുള്ളവരെ, ദൂതന്മാരെ സൃഷ്ടിക്കുവാൻ, ആകാശത്തിലെ സൈന്യങ്ങളെ സൃഷ്ടിക്കുവാൻ ദൈവം തൻ്റെ ശ്വാസം ഉപയോഗിച്ചുവെങ്കിൽ, വായിലെ ശ്വാസം ഉപയോഗിച്ചുവെങ്കിൽ, എന്നെ നിങ്ങളെയും സൃഷ്ടിക്കുവാനും മനുഷ്യനെ രൂപപ്പെടുത്തുവാനും ദൈവം തന്നെ ശ്വാസം നൽകി. ദൈവത്തിൻ്റെ ശ്വാസത്തിന് സുഗന്ധമുണ്ട്. ദൈവത്തിൻ്റെ ശ്വാസത്തിന് പരിശുദ്ധിയുണ്ട്. ദൈവത്തിൻ്റെ ശ്വാസത്തിന് സ്നേഹത്തിൻ്റെ ഭാവമുണ്ട്. ശ്വാസമെന്ന് പറയുന്നത് ജീവൻ്റെ ഭാവമാണ്. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയെന്ന് തിരുവചനം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളിലും ആ ശ്വാസമുണ്ടെങ്കിലേ നിലനിൽപ്പുള്ളൂ. പണ്ടുള്ളവർ പറയും, താഴോട്ട് പോകുന്ന ശ്വാസം മേപ്പോട്ട് വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മേൽ നിന്ന് താഴോട്ട് പോയില്ലെങ്കിൽ അതോടുകൂടി ജീവിതം തീർന്നു എന്ന് പറയാറുണ്ട്. പലപ്പോഴും നാട്ടുഭാഷയെ പറയാറുണ്ട്, ശാസ്ത്രവാക്കുകൾക്ക് അപ്പുറമായിട്ട്. ആയതുപോലെ സുഗന്ധമുള്ള, സ്നേഹമുള്ള, വാത്സല്യമുള്ള ദൈവത്തിൻ്റെ ശ്വാസം നമ്മളിൽ നിലനിർത്തുവാൻ സാധിക്കണം. ദൈവത്തിൻ്റെ ശ്വാസം നമ്മളിലില്ലെങ്കിൽ, ദൈവത്തിൻ്റെ സുഗന്ധം നമ്മളിലില്ലെങ്കിൽ നമ്മൾക്ക് ശ്വസിക്കുന്നുവെന്ന് തോന്നിപ്പോകും. പക്ഷേ ആത്മാവിൽ മരിക്കുക എന്ന് പറയുന്ന അനുഭവം അതാ. ദൈവത്തിൻ്റെ ശ്വാസവും ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ സ്വരൂപവും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവിടെയാണ് മരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നത്, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കുന്നു. ഭൗതികമായിട്ട് ജഡീകമായ മരണത്തെക്കുറിച്ചല്ല അതൊക്കെ പറയുന്നത്. ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവരുണ്ട്, എന്നാൽ ഭൗതികമായി മരിച്ചിട്ട് സജീവതയിലായിരിക്കുന്നവരുണ്ട്. ആയതുകൊണ്ട് ജീവിച്ചിരിക്കെ തന്നെ മരിച്ചുപോയവരുടെ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. നാമോ ഇന്നു മുതൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കുന്നു. അതിൻ്റെ അർത്ഥം നമുക്ക് നാളെയോ മറ്റന്നാളോ എന്നാണെങ്കിലും ഒരു മരണമുണ്ട്, പക്ഷേ നമ്മൾ എന്നേക്കും ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. കാരണം അതുകൊണ്ടാണ് സുറിയാനി പിതാക്കന്മാർ പറയുന്നത്, ഓരോ ശ്വാസവും വെളിയിലോട്ട് വിടുമ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള സ്തുതി വേണം, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഓരോ ശ്വാസവും അകത്തോട്ടും പുറത്തോട്ടും പോകുമ്പോൾ അറിയാതെ ദൈവത്തെ സ്തുതിക്കണം. നമ്മൾ ദൈവത്തെ സ്തുതിക്കും, അവസാനം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടായി വലിച്ചു കിടക്കുമ്പോൾ യേശുവേ യേശുവേ എന്നൊക്കെ പറയും. ഇത് ശ്വാസം വലിച്ചു കിടക്കുമ്പോൾ മാത്രമല്ല, ജീവനോടിരിക്കുമ്പോഴും നമ്മളിങ്ങനെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം സകല സൈന്യങ്ങളും ഉളവായ ദൈവത്തിൻ്റെ ശ്വാസം എന്നിലുമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് ആ ശ്വാസത്തിൻ്റെ സുഗന്ധം നിലനിർത്തുവാനും ആ ദൈവശ്വാസത്തിലായിരിക്കാനും
ദൈവത്തെ വിശ്വസിക്കാനും സാധിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളുടെ വിശ്വാസവും പ്രാർത്ഥനയെന്ന് പറയുന്നത് പോലും അത് ഓർത്തോണം, ഒരു വിശുദ്ധ ശ്വാസമാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശുദ്ധ ശ്വാസമാണ് വിശ്വാസം, ദൈവത്തിൻ്റെ ശ്വാസമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അല്ല ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റുപറയുന്നു എന്ന് മാത്രമല്ല. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മൾ ദൈവത്തെ തള്ളിപ്പറയും. ശിമോൻ പത്രോസ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഏറ്റുപറഞ്ഞവനാണ്. എന്നാൽ കർത്താവിനെ യഹൂദന്മാർ പിടിച്ചപ്പോൾ, പീഡിപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ കേവലം ഒരു ബാല്യക്കാരിയുടെ മുൻപിൽ അവനെ ഞാൻ അറിയുന്നില്ല എന്ന് തള്ളിപ്പറഞ്ഞു. അതുകൊണ്ട് ഈ വിശ്വാസമെന്ന് പറയുന്നത് നമ്മൾ ഓർത്തോണം, വ്യർത്ഥമായിട്ടുള്ള ഒന്നല്ല, അതൊരു വിശുദ്ധ ശ്വാസം കൂടിയാണ്. അപ്പോൾ ഈ ദൈവത്തിലുള്ള ആ ഹൃദ്യമായ ദൈവത്തിൻ്റെ അനുഭവമാകുന്ന ശ്വാസം നഷ്ടപ്പെടുമ്പോൾ വിശ്വാസം വിശ്വാസമല്ലാതായിത്തീരും, സ്നേഹം സ്നേഹമല്ലാതായിത്തീരും, ആത്മസുഗന്ധം ആത്മീക സുഗന്ധമല്ലാതായിത്തീരും. അതുകൊണ്ട് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനിടയാകട്ടെ. നമ്മൾ വായിച്ചു കേട്ടല്ലോ, യഹോവയുടെ വചനത്താൽ ആകാശമുളവായി. യഹോവയാണല്ലോ ദൈവമേ, നീയാണല്ലോ ആകാശം സൃഷ്ടിച്ചത്. അങ്ങനെയെങ്കിൽ എന്നെ സൃഷ്ടിച്ചതും നീയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ആകാശത്തോളം ഉയരുവാൻ, ദൈവത്തോളം ഉയരുവാനുള്ള സാഹചര്യമുണ്ട്. യേശുവിൻ്റെ രൂപത്തിലാകുവാനുള്ള അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. അവൻ്റെ വായിലെ ശ്വാസത്താൽ സകല സൈന്യവും ഉളവായി എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുവെങ്കിൽ, എൻ്റെ ദൈവമേ, ദൂതന്മാർ നിൻ്റെ വായിലെ ശ്വാസത്താൽ ഉരുവായി. അവരുടെ ആരംഭത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. നിൻ്റെ വായിലെ ശ്വാസത്താൽ അവർ ഉളവായി. അവരിലുള്ള ശ്വാസം നിൻ്റെ ശ്വാസമാണ്. അതുപോലെ ദൈവമേ, എന്നിലുള്ളതും ഈ മനുഷ്യവർഗത്തിലാകെയുള്ളതും നിൻ്റെ ശ്വാസമാണല്ലോ. അത് മെയിൻറ്റെയിൻ ചെയ്ത് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. വീണ്ടും വായിക്കുന്നു, അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു, അവൻ ആഴികളെ ഭണ്ഡാരഗൃഹങ്ങളിൽ സംഗ്രഹിക്കുന്നു. സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു, ആഴികളെ ഭണ്ഡാരഗൃഹങ്ങളിൽ നിറയ്ക്കുന്നു. ഒരു വലിയ നമ്മൾ പറയത്തില്ലേ, ഉപമയ്ക്കപ്പുറമായ, ഉൽപ്രേക്ഷയ്ക്കപ്പുറമായ ഒരു വലിയ വ്യാഖ്യാനമാണ്. അതായത് സമുദ്രത്തിലെ വെള്ളത്തെ മുഴുവൻ കൂമ്പാരമായി കൂട്ടുന്നു. ചെങ്കടലിലൂടെ ഇസ്രായേൽ മക്കൾ മോശയുടെയും അഹ്റോൻ്റെയും നേതൃത്വത്തിൽ കടന്നുപോയപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് കടക്കുവാൻ തക്കവണ്ണം സമുദ്രമധ്യേ വഴിയൊരുക്കിയ ദൈവത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പം രണ്ട് ഭാഗത്തായി സമുദ്രവെള്ളത്തെ ചിറകെട്ടി നിർത്തുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർത്തോണം, ഒരു വലിയ കടലിനെ രണ്ട് ഭാഗമായി ചിറകെട്ടിയതുപോലെ ഭൗതികമായ ചിറ ഇല്ലാതെ, മനുഷ്യൻ്റെ അധ്വാനമില്ലാതെ ചിറകെട്ടിയ ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വെള്ളം അവിടെ രണ്ട് ഭാഗമായി നിൽക്കുന്നു. ഇവിടെ പറയുന്ന അതിനപ്പുറമാ കൂമ്പാരമായി കൂട്ടുന്നു. അപ്പോൾ സമുദ്രത്തിലെ ഗ്യാലൻ കണക്കിന് കണക്കില്ലാത്ത വെള്ളം ഏത് കൂമ്പാരത്തിലാണ് കൂട്ടുന്നത്? ആഴികളെ ഭണ്ഡാരഗൃഹങ്ങളിൽ നിറയ്ക്കുന്നു. ഏത് ഭണ്ഡാരഗൃഹങ്ങളിലാണ് നിറയ്ക്കുന്നത്? നമ്മളാകെ കണ്ടിട്ടുള്ളത് ചില ചുഴികൾ കണ്ടിട്ടുണ്ട്. ചുഴികൾക്ക് പോലും വഹിക്കാവുന്ന വെള്ളത്തിനൊരു കണക്കുണ്ട്. അല്ലെങ്കിൽ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ഒഴുകിച്ചെല്ലുന്ന സമുദ്രത്തിന് വഹിക്കാവുന്ന ഒരു കണക്കുണ്ട്. ഇവിടെ പറയുന്നത് പല ഉറവകളിൽ നിന്ന് വരുന്ന വെള്ളത്തെ സമുദ്രത്തിൽ കൂട്ടുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സമുദ്രങ്ങൾ, മഹാസമുദ്രങ്ങളിലെ വെള്ളത്തെ പോലും കൂമ്പാരമായി കൂട്ടുവാനും ആഴങ്ങളെ ഭണ്ഡാരഗൃഹങ്ങളിൽ നിറയ്ക്കുവാനും സർവശക്തനായ ദൈവത്തിന് കഴിവുണ്ട്. ഭാരത പശ്ചാത്തലത്തിൽ പറയുന്നുണ്ട്, അതായത് ദൈവത്തിൻ്റെ സർവശക്തിയെക്കുറിച്ച് പറയുമ്പോൾ, വാതുറക്കുമ്പോൾ ആകാശവും ഭൂമിയും കാണിച്ചു കൊടുത്ത ദൈവസങ്കല്പം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങൾ, ദൈവം എല്ലാത്തിനെയും കൈകളിൽ വഹിക്കുന്നു. ദൈവസങ്കല്പത്തെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്.
ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രമാത്രം ഹൃദ്യമായി മനസ്സിലൊന്ന് ഉൾക്കൊണ്ടാൽ മതി. ദൈവമേ, സമുദ്രത്തിലെ വലിയ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുവാൻ, ആഴങ്ങളെ ഒരു ഭണ്ഡാരഗൃഹങ്ങളിൽ നിറയ്ക്കുവാൻ നിനക്കൊരു ഭണ്ഡാരമുണ്ട്. ഇത്രയും വെള്ളത്തെ നിർത്തുവാൻ നിനക്കൊരു സ്ഥലമുണ്ട്. എന്ന് വെച്ചാൽ എല്ലാം ദൈവത്തിൽ ലയിക്കുക എന്ന് പറയുന്നൊരു സങ്കല്പം. എല്ലാം ദൈവത്തിലായി തീരുക, ദൈവത്തിൽ മറഞ്ഞിരിക്കുക, ദൈവത്തിൽ സർവ്വതുമുണ്ട്. നമ്മൾ ഈ കാണുന്നത് പോലൊരു വിശാലമായ സ്പേസ് ഒന്നും വേണ്ട. വിശാലമായ സ്പേസുകൾക്കപ്പുറം ഒരു കുറച്ച് സ്ഥലം മതി. ദൈവത്തിൻ്റെ കരങ്ങൾ മതി. ദൈവത്തിൻ്റെ കരത്തിൽ ഇതിനെയെല്ലാം വഹിക്കാൻ പറ്റും. ദൈവമല്ലേ സൃഷ്ടിച്ചത്, അവൻ്റെ വാക്കല്ലേ സൃഷ്ടിച്ചത്. അപ്പോൾ അവനിൽ ഇതെല്ലാം അന്തർലീനമായി കിടക്കുകയാണ്. കുന്നുകളാകട്ടെ, സമുദ്രങ്ങളാകട്ടെ, പർവ്വതങ്ങളാകട്ടെ, മരുഭൂമികളാകട്ടെ, സൃഷ്ടികളാകട്ടെ, എല്ലാം ദൈവത്തിലുണ്ട്. സമുദ്രങ്ങളെ കൂമ്പാരമായി കൂട്ടുക എന്ന് പറയുമ്പോൾ കണ്ണിന് കാണാൻ പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ സമുദ്രത്തിലുണ്ട്, ആഴിയിലുണ്ട്. അപ്പോൾ ദൈവത്തിന് എപ്പോൾ വേണമെങ്കിലും കണക്കെടുക്കാം. ദൈവത്തിന് എല്ലാത്തിനെക്കുറിച്ചും മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ ഒരു വിശാലമായ അർത്ഥമാണ്. എല്ലാം ദൈവത്തിൽ ഇഴുകിച്ചേരുകയാണ്. ദൈവം വിളിച്ചാൽ എല്ലാം തിരികെ വരും. വെള്ളമേ നീ വരിക, സമുദ്രമേ നീ വരിക എന്ന് പറഞ്ഞാൽ സമുദ്രം വരും. അതിലുള്ളതെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് പ്രവചനവാക്യമുണ്ട്. സമുദ്രം തന്നിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കും. വനാന്തർഭാഗങ്ങൾ തന്നിൽ ഉള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്നതാണ്. അന്നത്തെ കാലത്ത് എന്നതുപോലെ എൻ്റെ പ്രിയമുള്ളവരെ ഓർത്തോണം, നമ്മുടെ ജീവിതം സമുദ്രം പോലെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നിരാശയുടെയും വേദനയുടെയും അനുഭവങ്ങളുണ്ട്, ദുഃഖങ്ങളുടെ അനുഭവങ്ങളുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ മുൻപാകെ അവയെല്ലാം അലിഞ്ഞു ചേരും. ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട്. നമുക്ക് എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും, എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതെല്ലാം ദൈവത്തിൻ്റെ ഭണ്ഡാരഗൃഹങ്ങളിലാണ്. എൻ്റെ കണ്ണുനീര് സമുദ്രത്തിൻ്റെ ജലം പോലെ അധികമായാലും അവൻ്റെ ഭണ്ഡാരഗൃഹങ്ങളിൽ അതൊക്കെയുണ്ട്. അവൻ നമുക്ക് സമാധാനം തരും. ദൈവം തൻ്റെ വലങ്കരം നീട്ടി സദാകാലവും നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.